ഇന്നൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ഈ കാണിക്കുന്നത്. പച്ചരി വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഒരു 3-4 മണിക്കൂർ പച്ചരി കുതിർത്ത് വെക്കാം. അതിനുശേഷം നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ 1/2 കപ്പ് തേങ്ങയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു മുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കണം. വലിയ ജാറിലാണെങ്കിൽ ഒറ്റ ബാച്ചായിട്ട് അരക്കുക. ചെറിയ ജാറിലാണെങ്കിൽ നിങ്ങൾ 2 ബാച്ചായിട്ട് അരച്ചെടുക്കണേ. അപ്പോൾ നന്നായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ ആക്കിയിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ ഒരു ബാറ്ററിലേക്ക് നമുക്കൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1-2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഈ മാവ് ഒരുപാട് ലൂസായി പോകരുത്. ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു കട്ടിയിൽ വേണം കേട്ടോ മാവ് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഓരോ സ്പൂണ് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ഇങ്ങനെ നല്ലോണം പൊന്തി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആ സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് സമയം കൂടി കുക്ക് ചെയ്തെടുക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കിയിട്ട് എടുക്കാം. എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോ സ്പൂണ് മാവ് ഒഴിച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. എന്നിട്ട് നമ്മൾ മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പച്ചരിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. കറിയൊന്നും ഇല്ലെങ്കിൽ പോലും കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾഭാഗം കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ കമൻറ്റും ചെയ്യണേ.